മക്കളെ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എക്സാം ഡേറ്റ് വന്നായിരുന്നു. മാർച്ച് 29 എക്സാം വരുന്നത്. അതായത് ഇന്നേക്ക് 44-ാം നാൾ പരീക്ഷയാണ്. 44-ാം നാൾ ദുർഗാഷ്ടമി. ഓക്കെ, സിലബസ് വന്നായിരുന്നു. സിലബസ് വന്നപ്പോൾ സിലബസിൽ നല്ല മാറ്റമുണ്ട്. അതായത് GK വെറും 27 മാർക്കിന് ലോകത്തില്ലാത്ത എല്ലാ സാധനങ്ങളും അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഗുരുവായൂർ ദേവസ്വം ബോർഡ് LDയുടെ സിലബസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ GKയുടെ ഒരുപാട് അഡിഷൻസ് ഉണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ജോഗ്രഫി മൊത്തം ആഡ് ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി, അതേപോലെ എക്കണോമിക്സ് ആഡ് ചെയ്തിട്ടുണ്ട്, ബാക്കി ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. മലയാളം ആണെങ്കിൽ സിലബസ് എൻറ്റയർലി അങ്ങ് മാറിയായിരുന്നു. മലയാളം ഇതിന് മുമ്പ് ഗ്രാമർ പോർഷൻ ആയിരുന്നു ഫുൾ ഇട്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അത് ഫുള്ള് വൊക്കാബുലറി ആയിട്ട് മാറി. നല്ലതാണ്, കൃത്യമായിട്ട് ഒരു മാസം മുമ്പ് തന്നെ അത് കൊടുക്കണം. പിന്നെ നമ്മുടെ കുട്ടികൾ മൊത്തം ഭയങ്കര സൂപ്പർ ജീനിയസ് ആയതുകൊണ്ട് തന്നെ, ഭയങ്കര ബ്രില്യന്റ് ആയതുകൊണ്ട് തന്നെ അവർക്കെല്ലാം തന്നെ നിസ്സാരം ഒരു മാസം കൊണ്ട് ഇതൊക്കെ പഠിച്ചെടുക്കാൻ പറ്റുമെന്നാണ് KDRBയുടെ വിശ്വാസം. ഈശ്വര, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നല്ലത് പറഞ്ഞേ ഉള്ളൂ. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ സിലബസ് ഉണ്ടാക്കുന്ന ആളും അവിടെ ഇരിക്കുന്ന ആളും ഒരു സമയത്ത് ഇതൊക്കെ പഠിച്ച് തന്നെയാണ് കയറിയത്. അപ്പോൾ ഈ 27 മാർക്കിന്റെ സിലബസിന് ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ട ഉണ്ടോ? അത് പരിശോധിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ വിട്ടേക്ക്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസിലേക്ക് നമുക്ക് പോകാം. ഇനി നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം ഇനി അങ്ങോട്ട് പഠിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ മക്കളെ, GK ഇഷ്ടമാതിരി കിടപ്പുണ്ട്. പക്ഷെ ഒരാൾക്ക് ഇത്രയൊന്നും ഒരിക്കലും പഠിച്ചു തീർക്കാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഹോട്ട് ടോപ്പിക്സിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തോ. എപ്പോഴും ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള വന്നുകൊണ്ടിരിക്കുന്ന ഹോട്ട് ടോപ്പിക്സിന് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തോ. അപ്പോൾ GK പ്രധാനപ്പെട്ട ഏരിയാസ് ഒക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. സമയം നന്നായിട്ട് സേവ് ചെയ്യാം. അപ്പൊ ഞാനൊരു ഡീറ്റെയിൽ ആയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ സെറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്താൽ മതി. ഒരു അടിപൊളി സ്റ്റഡി പ്ലാൻ ഒക്കെ സെറ്റ് ചെയ്ത് തരാം കേട്ടോ. കഴിഞ്ഞ ഗുരുവായൂർ ദേവസ്വം ബോർഡ് LD പരീക്ഷ പോലെ തന്നെ ആ സ്റ്റഡി പ്ലാനിൽ നിന്നാണ് ഫുള്ള് ക്വസ്റ്റ്യൻസ് മൊത്തം വന്നത്. അതേപോലെ ഈ എക്സാമിന് ഒരു കിഡിലം സ്റ്റഡി പ്ലാൻ നമുക്ക് സെറ്റ് ചെയ്യാം. GKക്ക് ആവശ്യമുള്ളത് മാത്രം ഇട്ടുകൊണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസിലേക്ക് പോവാം. പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഈ കാണുന്നതാണ് സിലബസ്. ഓക്കെ, അപ്പൊ നോക്കാം. കഴിഞ്ഞ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് LD സിലബസുമായിട്ട് നല്ല മാറ്റമുണ്ട്. കാര്യം ഞാൻ മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ തവണത്തെ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് ആയിരുന്നു. പക്ഷെ പുതിയ ക്വാളിഫിക്കേഷൻ വന്നപ്പോൾ +2 ആയിരുന്നു ക്വാളിഫിക്കേഷൻ വന്നേ. അന്ന് സയൻസ് എല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് സയൻസ് ഒന്നും തന്നെ ഇല്ല. ഭാഗ്യം. ഓക്കെ, അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോവാം. തസ്തികയുടെ പേര് LD ക്ലർക്ക് അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസർ. കാറ്റഗറി നമ്പർ 39/2025. ക്വാളിഫിക്കേഷൻ +2 ആണ്. ആകെ ക്വസ്റ്റ്യൻസ് 100 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക്, ഒരു നെഗറ്റീവിന് 0.3 മാർക്ക് വെച്ചങ്ങ് പോകും. 1.25 മണിക്കൂറാണ് എക്സാമിന്റെ സമയം വരുന്നത്. ഈ കാണുന്നതാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ്. അപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡ് LDCയുമായിട്ട് വലിയ മാറ്റമൊന്നുമില്ല. സിലബസ് ഇങ്ങനെയാണ് വരുന്നത്. GK ആൻഡ് കറണ്ട് അഫയേഴ്സ്. കഴിഞ്ഞ പരീക്ഷ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരുന്നു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. ഗുരുവായൂർ ദേവസ്വം ബോർഡ് LD ആണെങ്കിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയായിരുന്നു. GK 40 മാർക്കാണ്. ഈ 40 മാർക്കിന്റെ GKക്കകത്ത് 13 മാർക്ക് കറണ്ട് അഫയേഴ്സും 27 മാർക്ക് വന്നിട്ട് GK. അങ്ങനെയായിരുന്നു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ 27 മാർക്കിന്റെ GKക്കാണ് ലോകത്തില്ലാത്ത എല്ലാ സാധനങ്ങളും കൂടെ ചേർക്കേണ്ടത്. അപ്പൊ എന്റെ ഉദ്ദേശം ശരിയാണെങ്കിൽ ലോകത്ത് കറണ്ട് അഫയേഴ്സിനകത്ത് വരുന്ന തന്നെയാണ്. ബാക്കി കുറെ കൂടെ ഒക്കെ ചേർക്കേണ്ടായിരുന്നു. ന്യൂക്ലിയർ ഫിസിക്സോ അല്ലെങ്കിൽ എന്താ പറയാ, കുറെ ഒരു സയൻസും കൂടെ കൊടുത്തിരുന്നെങ്കിൽ നമ്മുടെ പിള്ളേർ കിടിലങ്ങളെല്ലാം എല്ലാം പഠിച്ചു തീർന്നാണ്. ഓക്കെ, അപ്പോൾ 27 മാർക്കാണ് GK വരുന്നത്. അത് ലോകത്തില്ലാത്ത എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ കഴിഞ്ഞ പരീക്ഷ ഗുരുവായൂർ ദേവസ്വം ബോർഡ് LD നോക്കുകയാണെങ്കിൽ അവിടെ മാത്സ് 10 മാർക്കായിരുന്നു, ഇംഗ്ലീഷ് 10 മാർക്കായിരുന്നു, മലയാളം 10 മാർക്ക്, IT 10 മാർക്ക്, സ്പെഷ്യൽ ടോപ്പിക് വന്നിട്ട് 20 മാർക്ക്. ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ പരീക്ഷയുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോഴും ഏതാണ്ട് അതേപോലെയൊക്കെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കറണ്ട് അഫയേഴ്സിൽ മേ ബി ചെറിയൊരു മാറ്റം വരാം. ചിലപ്പോൾ 2 മാർക്ക് കൂടാം കുറയാം, അങ്ങനെയൊക്കെ ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് പോകുമ്പോൾ ഫസ്റ്റ് കിടക്കുന്നത് GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ്. അതിനകത്ത് അന്തർദേശീയ, ദേശീയ, പ്രാദേശിക തലങ്ങളിലെ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക, ശാസ്ത്ര, സാങ്കേതിക, കായിക, കല, വിനോദ, സാഹിത്യ മേഖലകളിലെ പ്രധാന ആനുകാലിക സംഭവങ്ങളും പ്രമുഖ വ്യക്തികളും ബഹിരാകാശ പര്യവേക്ഷണ മേഖലയിൽ ഇന്ത്യ കൈവരിച്ച പ്രധാന നേട്ടങ്ങൾ, പ്രമുഖ ദേശീയ, അന്തർദേശീയ ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങൾ, സാരഥികൾ. ഓക്കെ, കറണ്ട് അഫയേഴ്സ് ആണ് ഫുള്ള് വരുന്നത്. കുറച്ച് സാധനമേ ഉള്ളൂ എങ്കിലും 13 മാർക്കിനൊക്കെയാണ് ആ മേഖലയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്. നന്നായിട്ട് കറണ്ട് അഫയേഴ്സ് പഠിച്ചോ. ഒരു ടോപ്പിക്ക് പോലും സ്കിപ്പ് ആക്കണ്ട, എല്ലാം നന്നായിട്ട് പഠിച്ചോ. പ്രധാനപ്പെട്ട അവാർഡ്സ് മൊത്തം നോക്കുക, അപ്പോയിന്റ്മെന്റ്സ് മൊത്തം നോക്കുക. ഇന്ന് ഇന്ത്യയിലും കേരളത്തിലും ഓരോ പൊസിഷനിലും ആരൊക്കെ ഇരിക്കുന്നു, മന്ത്രിസഭ ഒന്ന് നോക്കുക. അതേപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ആരൊക്കെയാണെന്നൊന്ന് പഠിച്ചു വെച്ചേക്കുക. പിന്നെ ഇന്ത്യയുടെ സംയുക്ത സൈനിക അഭ്യാസങ്ങൾ മൊത്തം ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇന്ത്യയിൽ ആദ്യത്തെ, കേരളത്തിൽ ആദ്യത്തെ മൊത്തം ഒന്ന് നോക്കുക. പിന്നെ അത് കഴിഞ്ഞ ലിറ്റററി അവാർഡ്സ് മൊത്തം നോക്കുക.
ലാസ്റ്റ് നടന്ന ഗെയിം ഇവന്റ്സ് മൊത്തം നോക്കാം, അതേപോലെ നൊബേൽ പ്രൈസ് മൊത്തം ഒന്ന് നോക്കാം, ഓസ്കാർ മൊത്തം ഒന്ന് നോക്കാം, അതേപോലെ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് മൊത്തം ഒന്ന് നോക്കുക. അങ്ങനെ GK പ്രധാനപ്പെട്ട ഓരോ സ്റ്റേറ്റിന്റെ ചീഫ് മിനിസ്റ്റേഴ്സ് മൊത്തം നോക്കുക, പ്രധാനപ്പെട്ട ഗവർണേഴ്സ് നോക്കുക, ലാസ്റ്റ് എയിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ISOയുടെ റീസെന്റ് ആയിട്ടുള്ള ലോഞ്ചസ് ഏതൊക്കെയാണ്, അത്രയും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കുക. 2, സാമൂഹിക സാമ്പത്തിക വ്യാവസായിക വിവരവിനിമയ മേഖലകളിൽ സ്വതന്ത്രാനന്തര ഇന്ത്യ കൈവരിച്ച സുപ്രധാന നേട്ടങ്ങളും പ്രധാനപ്പെട്ട വ്യക്തികളും. സാമ്പത്തിക രംഗം മുമ്പ് സിലബസിനകത്ത് ഇല്ലായിരുന്നു, ഇപ്പൊ ആഡ് ചെയ്താണ്. അതിനകത്ത് പഞ്ചവത്സര പദ്ധതികൾ പഠിക്കാനുണ്ട്, പ്ലാനിംഗ് കമ്മീഷൻ പഠിക്കാനുണ്ട്, നീതി ആയോഗം, നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ, പിന്നെ ധനകാര്യ സ്ഥാപനങ്ങൾ. കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ, അവരുടെ കായിക ഇനങ്ങൾ, അവരുടെ നേട്ടങ്ങൾ, കായിക രംഗത്ത് ഇന്ത്യൻ കുതിപ്പ്, അന്തർദേശീയ ദേശീയ മത്സരങ്ങളിലെ മലയാള സാന്നിധ്യം, കൈവരിച്ച നേട്ടങ്ങൾ, പ്രധാന അവാർഡുകൾ, അവാർഡ് ജേതാക്കൾ, പ്രധാന ട്രോഫികൾ, ബന്ധപ്പെട്ട മത്സരങ്ങൾ, കായിക ഇനങ്ങൾ, ഒളിമ്പിക്സ്, കോമൺവെൽത്ത് ഗെയിംസ്, ഏഷ്യൻ ഗെയിംസ് എന്നിവയുടെ അടിസ്ഥാന വിവരങ്ങൾ, പ്രധാന വേദികൾ, പ്രശസ്തമായ വിജയികൾ, കായിക താരങ്ങൾ, ഓരോ രാജ്യത്തിന്റെയും ദേശീയ കായിക ഇനങ്ങൾ, പിന്നെ വിനോദങ്ങൾ. കഴിഞ്ഞ സിലബസ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. കായികം കുറച്ചൊരു എനിക്കൊന്ന് 3 വരിയിൽ മാത്രം നിർത്തിയ സാധനമാണ്. ഇപ്പൊ അതിനെ ഇങ്ങനെ വലിച്ചു നീട്ടി വെച്ചിട്ടുണ്ട്. പുതിയ സിലബസ് വരുമ്പോൾ എന്തൊക്കെയാണ് ഒരു മാറ്റം വേണ്ടേ? അല്ലെങ്കിൽ എല്ലാവരും വിചാരിക്കത്തില്ലേ നമുക്കിവിടെ പണിയൊന്നും ഇല്ലെന്ന്. അങ്ങനെയൊക്കെ ആയിരിക്കും ഉദ്ദേശം. നെക്സ്റ്റ് അടുത്ത് ഗതാഗതം, റോഡുകൾ, റെയിൽവേ, ജലപാതകൾ, വ്യോമയാനം രാജ്യത്തിന്റെ അടിസ്ഥാന വികസനത്തിനും സാമൂഹിക പുരോഗതിക്കും അവ വഹിക്കുന്ന പങ്ക്. ദേശീയപാതകൾ, സംസ്ഥാന പാതകൾ, ഇന്ത്യൻ റെയിൽവേ, അന്താരാഷ്ട്ര തീവണ്ടികൾ. ശരിയാണ്, അന്താരാഷ്ട്ര തീവണ്ടികൾ അന്താരാഷ്ട്ര തീവണ്ടികൾ, വിവിധ റെയിൽവേ സോണുകൾ, മെട്രോ റെയിലുകൾ, അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ, ദേശീയ ജലപാതകൾ, കപ്പൽ നിർമ്മാണ ശാലകൾ. നെക്സ്റ്റ് ദേശീയ പ്രാദേശിക രംഗത്തെ പ്രമുഖ സാഹിത്യകാരന്മാർ, അവരുടെ രചനകൾ, കഥാപാത്രങ്ങൾ, പ്രശസ്തമായ വരികൾ, കൃതികൾ, തൂലികാനാമങ്ങൾ, അപരനാമങ്ങൾ, പ്രധാനപ്പെട്ട അവാർഡുകൾ, ബഹുമതികൾ, അവാർഡ് ജേതാക്കൾ, കൃതികൾ, കലാസാഹിത്യ ഭാഷാ പോഷണത്തിനായുള്ള സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾ, പിന്നെ സാരഥികൾ. കഴിഞ്ഞ സിലബസിലൊക്കെ ജസ്റ്റ് 2 ലൈനിൽ നിർത്തിയ ഒരു സാധനമായിരുന്നു. ഇപ്പൊ എങ്ങനെ വലിച്ചു നീട്ടി ഇട്ടിട്ടുണ്ട്. അടുത്ത കേരളത്തിലെ പ്രധാന ദൃശ്യ ശ്രാവ്യ കലകൾ, പ്രശസ്തമായ സ്ഥാപനങ്ങൾ, വ്യക്തികൾ, കലാകാരന്മാർ, ദേശീയ കലാ പാരമ്പര്യം, നാടൻ കലകൾ, നാടൻ കലാരൂപങ്ങൾ, അനുഷ്ഠാന കലകൾ. കേരളത്തിലെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സാരഥികൾ, സ്ഥലങ്ങൾ, പ്രധാന ഉത്സവങ്ങൾ, കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, സാംസ്കാരിക സ്ഥാപനങ്ങൾ, കോട്ടകൾ, കൊട്ടാരങ്ങൾ, സ്മാരകങ്ങൾ, ആരാധനാലയങ്ങൾ, സാംസ്കാരിക നായകർ, അവരുടെ സംഭാവനകൾ. അത് കഴിഞ്ഞ് ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ ജനാധിപത്യ അധികാര വികേന്ദ്രീകരണം, ലക്ഷ്യവും പ്രയോജനവും, ഗ്രാമീണ നഗര സ്വയംഭരണ സ്ഥാപനങ്ങൾ, കോർപ്പറേഷനുകൾ, മുനിസിപ്പാലിറ്റികൾ, ജില്ലാ ഗ്രാമപഞ്ചായത്തുകൾ, അവരുടെ ഘടന, അധികാരങ്ങൾ, പിന്നെ ഉത്തരവാദിത്തങ്ങൾ. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്തയിലേക്ക് പോകുമ്പോൾ സംസ്ഥാന ഭരണവും ഭരണ സംവിധാനങ്ങളും, മന്ത്രിസഭ, മന്ത്രിമാർ, വകുപ്പുകൾ, ചീഫ് സെക്രട്ടറി, വിവിധ സർക്കാർ വകുപ്പുകൾ, ഭരണഘടനാ സ്ഥാപനങ്ങൾ, ബോർഡുകൾ, കമ്മീഷനുകൾ, അതോറിറ്റികൾ, ജില്ലാ ഭരണം, കളക്ടർമാർ, പ്രധാന ചുമതലകൾ, അധികാരങ്ങൾ, ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ. ആവശ്യമുള്ള ഒരു സാധനമാണ്, കുറ്റം പറയാൻ പറ്റത്തില്ല. അടുത്ത സഹകരണ മേഖലയിൽ കേരളം കൈവരിച്ച പുരോഗതി, വിദ്യാഭ്യാസ, ആരോഗ്യ, സാമൂഹിക, സാമ്പത്തിക മേഖലകളിലെ പ്രമുഖ സഹകരണ സ്ഥാപനങ്ങൾ, ഉദ്ദേശ ലക്ഷ്യങ്ങൾ, ഘടനാ സാരഥികൾ, കൈവരിച്ച നേട്ടങ്ങൾ, സംസ്ഥാന കോഓപ്പറേറ്റീവ് യൂണിയൻ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. ഓക്കെ, അത് കഴിഞ്ഞ് ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിലെ സംരക്ഷിത പ്രദേശങ്ങൾ, ദേശീയോദ്യാനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ, സാമൂഹിക വനവൽക്കരണ പദ്ധതികൾ, പ്രമുഖ പരിസ്ഥിതി സമ്മേളനങ്ങൾ, പരിസ്ഥിതി സംഘടനകൾ, പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങൾ, സ്ഥാപനങ്ങൾ, പ്രമുഖ ദേശീയ പരിസ്ഥിതി പ്രവർത്തകർ, അവരുടെ സംഭാവനകൾ, പിന്നെ ഇക്കോ ടൂറിസം ഇത്രയും പറയുന്നുണ്ട്. അത് കഴിഞ്ഞടുത്ത ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി, ആമുഖം, പൗരത്വം, മൗലിക അവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, ഗവൺമെന്റിന്റെ ഘടകങ്ങൾ, പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, പിന്നെ കൺകറന്റ് ലിസ്റ്റ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ, ദേശീയ ഗാനം, ദേശീയ ഗീതം, ദേശീയ പതാക എന്നിവയെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ. ഓക്കെ, ആലോചിച്ച് ഇത്രയൊക്കെ ഒരു കുട്ടി പഠിച്ച് തീർക്കണമെങ്കിൽ മൊത്തം ഇതുവരെ എത്ര സമയം എടുക്കും? നെക്സ്റ്റ് അടുത്ത നോക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ പിറവി, അതിന്റെ ലക്ഷ്യങ്ങൾ, ഐക്യരാഷ്ട്രസഭയുടെ നിയമ പുസ്തകം, പിന്നെ അടിസ്ഥാന തത്വങ്ങൾ, അംഗരാജ്യങ്ങൾ, ഔദ്യോഗിക ഭാഷകൾ, പ്രധാന ഘടകങ്ങൾ, അനുബന്ധ സംഘടനകൾ, പ്രവർത്തന ആസ്ഥാനങ്ങൾ, ഐക്യരാഷ്ട്ര ദിനം, ആഘോഷ ലക്ഷ്യങ്ങൾ, മറ്റ് അന്താരാഷ്ട്ര കൂട്ടായ്മകൾ, കോമൺവെൽത്ത്, ചേരിചേരാ പ്രസ്ഥാനം, സാർക്ക്, ആസിയാൻ, ബ്രിക്സ് തുടങ്ങിയ അംഗരാജ്യങ്ങൾ. നെക്സ്റ്റ് കേന്ദ്ര സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ, ഘടന, അധികാരങ്ങൾ, ഉത്തരവാദിത്വങ്ങൾ, ഇലക്ഷൻ പരിഷ്കാരങ്ങൾ, ലോക്സഭ, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ. അത് കഴിഞ്ഞ സാമൂഹ്യ നന്മയും സുരക്ഷയും സാമൂഹ്യ ഭദ്രതയും സാമൂഹിക സാമ്പത്തിക വികസനത്തിനായുള്ള സുപ്രധാന കേന്ദ്ര സംസ്ഥാന നിയമങ്ങൾ, സാമൂഹിക സുരക്ഷയും സാമ്പത്തിക ഉന്നമനത്തിനും വേണ്ടിയുള്ള കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ, സ്ഥാപനങ്ങൾ.
അത് കഴിഞ്ഞ ഇന്ത്യയിലെ അഴിമതി നിരോധന നിയമങ്ങൾ, അഴിമതി നിയന്ത്രണത്തിനുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ, ലോക്പാൽ, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, കേന്ദ്ര സംസ്ഥാന അഴിമതി നിർമ്മാർജ്ജന സ്ഥാപനങ്ങൾ, ബ്യൂറോകൾ, അവരുടെ അധികാരങ്ങൾ, പിന്നെ ഉത്തരവാദിത്തങ്ങൾ. മക്കളെ നോക്കണേ, ഞാൻ ഈ GK വായിച്ചു തീരുമ്പോൾ എത്ര സമയമാണ് നിങ്ങൾ നോക്കണേ. ഇതുവരെ തന്നെ ഏതാണ്ട് 9 മിനിറ്റും 49 സെക്കൻഡുമായി. ഓക്കെ, ഞാൻ ഈ ടോപ്പിക്ക് മാത്രമാണ് വായിക്കുന്നത്. ടോപ്പിക്ക് മാത്രം വായിക്കാൻ എടുക്കുന്ന സമയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഓക്കെ, അത് കഴിഞ്ഞ ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ ആഗോളതാപനം, ഓസോൺ പാളിയുടെ ശോഷണം, കാരണങ്ങൾ, മുൻകരുതലുകൾ, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, മറ്റ് പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ, ഗ്രീൻ ഹൗസ് ഗ്യാസസ്, ഗ്രീൻ ഹൗസ് എഫക്ട്. ദെൻ വനങ്ങൾ, വനങ്ങളുടെ പ്രാധാന്യം, പ്രത്യക്ഷ പരോക്ഷ ഗണങ്ങൾ, വിവിധ തരം വനങ്ങൾ, ഉഷ്ണമേഖലാ വനങ്ങൾ, നിത്യഹരിത വനങ്ങൾ, ജൈവ വൈവിധ്യം സംരക്ഷണം, വിവിധ ജലസ്രോതസ്സുകൾ, സമുദ്രങ്ങൾ, നദികൾ, തടാകങ്ങൾ, പ്രമുഖ ജലവൈദ്യുത പദ്ധതികൾ, വന സംരക്ഷണ നിയമങ്ങൾ, ചട്ടങ്ങൾ, വനം കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷ. നെക്സ്റ്റ്, റോഡ് സുരക്ഷാ നിയമങ്ങൾ, നടപടികളും സംബന്ധിച്ച അറിവ്, ട്രാഫിക് നിയമ ലംഘനങ്ങൾ, ട്രാഫിക് നിയമം നടപ്പിലാക്കൽ അധികാരങ്ങൾ, റോഡ് സുരക്ഷാ ദിനാചരണം, പ്രാധാന്യം, പ്രസക്തി, പിന്നെ കേരളത്തിന്റെ സാംസ്കാരിക വൈവിധ്യം. അത് കഴിഞ്ഞ ഭൂമിശാസ്ത്രപരമായ അടിസ്ഥാന തത്വങ്ങൾ, ഭൂമിയുടെ ഘടന, അന്തരീക്ഷം, ഭൗമ ഉപരിതലം, ആഗോള പ്രശ്നങ്ങൾ, വിവിധ തരം മലിനീകരണങ്ങൾ, മഹാസമുദ്രങ്ങൾ, ഭൂഖണ്ഡങ്ങൾ, ലോകരാഷ്ട്രങ്ങളുടെ അവയുടെ സവിശേഷതകൾ. ഡിഗ്രി പ്രിലിംസ് ഓക്കെ, കോപ്പി അടിച്ചു. അത് കഴിഞ്ഞ അടുത്ത് ഇന്ത്യയുടെ ഭൂപ്രകൃതി, വേൾഡ് ജോഗ്രഫി കഴിഞ്ഞു, അടുത്ത് ഇന്ത്യൻ ജോഗ്രഫിയിലേക്ക് വരെയാണ്. ഇന്ത്യയുടെ ഭൂപ്രകൃതി, സംസ്ഥാനങ്ങൾ, അവയുടെ സവിശേഷതകൾ. മക്കളെ, ഭൂപ്രകൃതി എന്ന് പറയുമ്പോൾ തന്നെ മാത്രം അതിനകത്ത് എന്തൊക്കെ വരും? ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ വരും. ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശ ദ്വീപുകൾ, മരുഭൂമി, ഇത്രയും സാധനങ്ങൾ ചേർത്ത് വരും. അപ്പോഴാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി കംപ്ലീറ്റ് ആകുന്നത്. അത് കഴിഞ്ഞ ഉത്തരപർവ്വത മേഖല, ഭൂപ്രകൃതി നെറ്റിട്ട് വീണ്ടും ഉത്തരപർവ്വത മേഖല, നദികൾ, നദികളാവുമ്പോൾ എത്ര നദികളുണ്ട്? ഹിമാലയൻ നദികൾ, ഉപദ്വീപീയ നദികൾ, ഉത്തര മഹാസമതലം, തീരപ്രദേശം, കൃഷി, പിന്നെ ഊർജ്ജ സ്രോതസ്സുകൾ. അതേപോലെ കേരളത്തിന്റെ ഭൂപ്രകൃതി, ജില്ലകൾ, കാലാവസ്ഥ, നദികൾ, കായലുകൾ, മണ്ണിനങ്ങൾ, കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും, സസ്യജന്തുജാലങ്ങൾ, ഗതാഗതം, വാർത്താവിനിമയം, പിന്നെ വ്യവസായം, പ്രകൃതി ദുരന്തങ്ങൾ, ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾ. അത് കഴിഞ്ഞ പ്രാചീന കേരളം, മധ്യകാല കേരളം, അടിസ്ഥാന കേരളം. ഞാൻ ഇന്നലെ ശബരിമല പോയിട്ട് വന്നേ ഉള്ളൂ, അപ്പോ വേറൊന്നും പറയാനില്ല. പിന്നെ അത് കഴിഞ്ഞ അടുത്ത് കേരള ചരിത്രം, യൂറോപ്യന്മാരുടെ വരവ്, യൂറോപ്യന്മാരുടെ സംഭാവന, യൂറോപ്യന്മാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾ, മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീചിത്ര തിരുനാൾ വരെയുള്ള തിരുവിതാംകൂറിന്റെ ചരിത്രം, സാമൂഹിക മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, കേരള ചരിത്രത്തിന്റെ സാഹിത്യ സ്രോതസ്സുകൾ, ഐക്യ കേരള പ്രസ്ഥാനം, കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രം, സാമൂഹിക പരിഷ്കർത്താക്കളും പരിഷ്കരണ പ്രസ്ഥാനങ്ങളും. സാമൂഹിക പരിഷ്കർത്താക്കൾ എത്ര പേരുണ്ടെന്ന് ആലോചിച്ച് നോക്കണം. അവരുടെ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ എത്ര ഉണ്ടെന്ന് ആലോചിച്ച് നോക്കണം. ഓക്കെ, അത് കഴിഞ്ഞ ഇന്ത്യൻ ചരിത്രം, ബ്രിട്ടീഷ് ആധിപത്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരം, സ്വദേശി പ്രസ്ഥാനം, പിന്നെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, വർത്തമാന പത്രങ്ങൾ, സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സാഹിത്യവും കലയും, സ്വാതന്ത്ര്യ സമരം, മഹാത്മാഗാന്ധി, ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം, സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലെ പുരോഗതി, വിദേശ നയം, ലോക ചരിത്രം, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. അത് കഴിഞ്ഞ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, രണ്ടാം ലോക മഹായുദ്ധാനന്തര രാഷ്ട്രീയ ചരിത്രം, ഐക്യരാഷ്ട്ര സംഘടന, മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ, കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം, ആരോഗ്യരംഗം, സാംസ്കാരിക മേഖല, വ്യാവസായിക മേഖല, പുരോഗതിയും നേട്ടങ്ങളും, ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ, ഐക്യ കേരള പ്രസ്ഥാനം, സംസ്ഥാന രൂപീകരണം, പിന്നെ ആനുകാലിക വിഷയങ്ങൾ. ഓക്കെ, ഇത്രയുമാണ് GK. അപ്പൊ ഇത്രയും GK ആവുമ്പോൾ തന്നെ ഏതാണ്ട് 13 മിനിറ്റും 12 സെക്കൻഡുമാണ് ഇത്രയും GKയുടെ ടോപ്പിക്കുകൾ മാത്രം പറഞ്ഞപ്പോ എടുത്ത സമയം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരാൾക്ക് പഠിക്കാൻ പറ്റുമോ? ഇത്രയും ഒരാൾക്ക് പഠിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ക്വാളിഫിക്കേഷൻ എന്താണ്? +2 ലെവലിലുള്ള ക്വസ്റ്റ്യനാണ്, +2 നിലവാരമാണ്. മക്കളെ, ഞാൻ അങ്ങനെ കുറ്റം പറയുന്ന ഒരാളല്ല. ഞാൻ KDRB ഒക്കെ ഇതിനു മുമ്പ് അനുകൂലിച്ചൊക്കെ അവരെ ഫുള്ള് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ ഒരാളാണ്. പക്ഷേ നിങ്ങൾ ഇത്രയും വലിയൊരു സിലബസ് ഇട്ടു എങ്കിൽ നേരത്തെ ഇടും, അല്ല ഈ 44 ദിവസം കൊണ്ട് ഇത് ഇടുന്ന ഒരാൾക്ക് പഠിച്ചു തീർക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ബാക്കിയുള്ള എക്സാമുകളെ കമ്പയർ ചെയ്യണം. +2 ക്വാളിഫിക്കേഷനുള്ള എക്സാം CPO എടുത്തോ, ഇവിടുന്ന് ഏതൊക്കെ ടോപ്പിക്കുകൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് പോട്ടെ, CPO വിട്ടേക്കും. ഓക്കെ, ഡിഗ്രി ലെവൽ എടുത്തു. ഡിഗ്രി ലെവൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, ദെൻ SBCID, സബ് ഇൻസ്പെക്ടർ, പ്രിലിംസിന്റെ എക്സാം മെയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകും. സിലബസ് എടുത്തോ. സിലബസ് PSC നേരത്തെ തന്നിട്ടുണ്ട്, കഴിഞ്ഞ സിലബസ് ആണ്, മാറ്റൊന്നും വരാൻ സാധ്യതയില്ല. ആ സിലബസ് ഒന്ന് എടുത്തു നോക്കും. ഇപ്പൊ ഭരണഘടനാ ഭേദഗതികളാണെങ്കിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത്രയും ഭേദഗതികൾ. അതേപോലെ ബാക്കി ഏതോ ആയിക്കോട്ടെ ടോപ്പിക്ക് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്, അതും പഠിക്കാൻ പറ്റുന്നത് മാത്രം. പക്ഷെ ഇവിടെ ഇത് ഇട്ട ആൾക്കാർ, നിങ്ങൾ ഒരു സമയത്ത് പഠിച്ചു കയറിയ ആൾക്കാരല്ലേ, ആ ഒരു കാര്യം ഒന്ന് ആലോചിക്കണ്ടേ? ഓക്കെ,
മക്കളെ ഇത് ഇത്ര കൊണ്ട് മനുഷ്യന് ആർക്കും ഇത്രയും പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റത്തുമില്ല. അപ്പൊ ഞാനൊരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യണം. ആവശ്യമുള്ള സാധനങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തോ, അതിനുശേഷം സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ ബാക്കി GK പഠിച്ചോട്ടോ. ഓക്കെ, അപ്പോൾ അതിൽ നിന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസും വരുന്നത്. അത് കഴിഞ്ഞാൽ മാത്സിലേക്ക് പോകുമ്പോൾ മാത്സിൽ ഒരു മാറ്റവും ഇല്ല. മാത്സ് കഴിഞ്ഞ ഗുരുവായൂർ ദേവസ്വം ബോർഡ് LD അതേ സിലബസ് ആണ്. അതായത് കഴിഞ്ഞ ഗുരുവായൂർ ദേവസ്വം ബോർഡ് LD അതേ സിലബസ് തന്നെയാണ് ഇപ്പോഴും വന്നേക്കുന്നത്. പക്ഷേ കുറെ സാധനങ്ങൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് മാത്സ് അംശബന്ധവും അനുപാതവും, 2 അളവുകളുടെ അംശബന്ധം, 3 അളവുകളുടെ അംശബന്ധം, നേരനുപാതം, വിപരീത അനുപാതം, ദെൻ ശതമാനം, ശരാശരി, ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും, ജാമതീയ രൂപങ്ങളുടെ പരപ്പളവും വ്യാപ്തവും, വൃത്തം, ത്രികോണം, ചതുരം, ദെൻ സമയവും ദൂരവും, അടിസ്ഥാന ആശയങ്ങൾ, ദിശാബോധം, അനുക്രമങ്ങൾ, സംഖ്യാനുക്രമങ്ങൾ, അക്ഷരാനുക്രമങ്ങൾ, ഇത്രയാണ് മാത്സിനകത്ത് വരുന്ന 10 മാർക്കാണ്. അത് കഴിഞ്ഞ് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ സിലബസ് മൊത്തം മാറിയതായിട്ട് തോന്നും, കഴിഞ്ഞ ഗുരുവായൂരായിട്ട് മാറിയത് തോന്നുന്നു. പക്ഷെ അങ്ങനെയല്ല, താഴെ കിടക്കുന്നെടുത്ത് മെയിലിട്ടെടുത്ത് താഴെ ഇട്ടു, അത്രയേ ഉള്ളൂ. അതായത് ഇംഗ്ലീഷ് ഗ്രാമർ ഫുള്ള് കിടപ്പുണ്ട്. ടൈപ്പ് ഓഫ് സെന്റൻസ്, അടുത്ത ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ച്, സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്, ആർട്ടിക്കിൾസ്, പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വെർബ്സ്, ക്വസ്റ്റ്യൻ ടാഗ്, ദെൻ ഇൻഫിനിറ്റീവ് ആൻഡ് ജെറൻസ്, ടെൻസസ് ഇൻ കണ്ടീഷണൽ സെന്റൻസസ്, ഇഫ് ക്ലോസ് ആണ് ഉദ്ദേശിക്കുന്നത്, ദെൻ പ്രിപ്പോസിഷൻ, ദ യൂസ് ഓഫ് കോറിലേറ്റീവ്സ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, പിന്നെ കറക്ഷൻ ഓഫ് സെന്റൻസ്. അടുത്ത വൊക്കാബുലറി ആണെങ്കിൽ സിംഗുലർ ആൻഡ് പ്ലൂറൽ, വേർഡ് ഫോർമേഷൻ, കോമ്പൗണ്ട് വേർഡ്സ്, സിനോണിം, അന്റോണിം, ഫ്രേസൽ വെർബ്, ഫോറിൻ വേർഡ്സ്, ദെൻ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, വേർഡ്സ് ഓഫൻ കൺഫ്യൂസ്ഡ്, സ്പെല്ലിംഗ് ടെസ്റ്റ്, പിന്നെ ഇഡിയംസ് ആൻഡ് ദെയർ മീനിങ്. നെക്സ്റ്റ് മലയാളത്തിലേക്ക് വരുമ്പോൾ മലയാളം കംപ്ലീറ്റ് ആയിട്ട് മാറി. മലയാളം മുമ്പ് ഗ്രാമറിനാണ് ഫോക്കസ് ചെയ്തതെങ്കിൽ, ഗ്രാമറാണ് സിലബസിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പം നമ്മുടെ PSC പരീക്ഷ പോലെ തന്നെ എന്തായിട്ട് മാറി, വൊക്കാബുലറി ആയിട്ട് മാറി. അപ്പൊ പദശുദ്ധി, വാക്യശുദ്ധി എളുപ്പമാണ്, കുറച്ചുകൂടെ പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റും. പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലികൾ, സമാന പദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുത്ത്, ഘടകപദം, ഇത്രയാണ് മലയാളത്തിനകത്ത് കിടക്കുന്നത്. അത് കഴിഞ്ഞ നെക്സ്റ്റ് IT വരുമ്പോൾ IT കൃത്യമായിട്ട് സിലബസ് തന്നിട്ടുണ്ട്. കഴിഞ്ഞ ഗുരുവായൂർ ദേവസ്വം ബോർഡ് LD സിലബസ് ഇല്ലായിരുന്നു. സോ സിലബസിനകത്ത് ഹാർഡ്വെയറിനകത്ത് ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, മെമ്മറി ഡിവൈസ്, പ്രൈമറി ആൻഡ് സെക്കൻഡറി, ദെൻ സോഫ്റ്റ്വെയർ ആണെങ്കിൽ ക്ലാസിഫിക്കേഷൻ, സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, പിന്നെ വേർഡ് പ്രോസസ്സർ, സ്പ്രെഡ്ഷീറ്റ്, ഡേറ്റാബേസ് പാക്കേജ്, പ്രസന്റേഷൻ, ഇമേജ് എഡിറ്റർ, ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ്, ദെൻ ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, ഇൻപുട്ട്, ഔട്ട്പുട്ട്, സ്റ്റോർ, കൺട്രോൾ, ട്രാൻസ്ഫർ, ദെൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്, LAN, WAN, MAN, പിന്നെ നെറ്റ്വർക്ക് ഡിവൈസസ്, മീഡിയ സ്വിച്ച് ഹബ്, റൗട്ടർ, ബ്രിഡ്ജ്, ഗേറ്റ്വേ, ഇന്റർനെറ്റ് സർവീസ്, www, ഇമെയിൽ, സെർച്ച് എഞ്ചിൻ, സോഷ്യൽ മീഡിയ, വെബ് ഡിസൈനിങ്, ബ്രൗസർ, HTML, അടിസ്ഥാനം മാത്രം പഠിച്ചാൽ മതി, ബേസിക്സ് ഓൺലി. ദെൻ സൈബർ റോങ്സ്, സൈബർ ക്രൈംസ് ആണ് ഉദ്ദേശിക്കുന്നത് തോന്നുന്നു, സൈബർ ക്രൈംസ്, പിന്നെ ടൈപ്പ് ഓഫ് സൈബർ ക്രൈംസ്, IT ആക്ട് 2000. ഇത്രയാണ് നമ്മുടെ സിലബസിനകത്ത് പറയുന്ന, IT സിലബസിനകത്ത് പറയുന്നത്. അത് കഴിഞ്ഞ സ്പെഷ്യൽ ടോപ്പിക്കാണ്. സ്പെഷ്യൽ ടോപ്പിക്ക് മാറ്റമൊന്നുമില്ല, കഴിഞ്ഞ സെയിം സാധനം. കേരളത്തിന്റെ ചരിത്രവും സാംസ്കാരിക പാരമ്പര്യവും വിളിച്ചു പോകുന്ന ക്ഷേത്രോത്സവങ്ങൾ, പിന്നെ അത് കഴിഞ്ഞ ആഘോഷങ്ങൾ, അവയുടെ സാമൂഹിക പ്രസക്തി, പിന്നെ പ്രാധാന്യം, കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങൾ, പ്രത്യേകതകൾ, സവിശേഷ നിത്യാനുഷ്ഠാനങ്ങൾ, ക്ഷേത്ര മര്യാദകൾ, ക്ഷേത്രകലകൾ, ക്ഷേത്രവാദ്യങ്ങൾ, കേരളീയ ക്ഷേത്ര വാസ്തുശൈലി, അടുത്ത അനുഷ്ഠാന കലകൾ, അനുഷ്ഠാന വാദ്യകലകൾ, വേദങ്ങൾ, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ, മറ്റ് പ്രമുഖ ഹൈന്ദവ മത ഗ്രന്ഥങ്ങൾ, അവയുടെ സൃഷ്ടാക്കൾ, കഥാപാത്രങ്ങൾ, ഹൈന്ദവ ആചാര്യന്മാർ, തത്വചിന്തകർ, സാമൂഹിക പരിഷ്കർത്താക്കൾ, ഭക്തിപ്രസ്ഥാനം, ആവിർഭാവം, ദെൻ ഭക്തിപ്രസ്ഥാന നായകർ, അവരുടെ ആധ്യാത്മിക രചനകൾ, വിവിധ ദേവസ്വം ബോർഡുകൾ, ആവിർഭാവം, നിലവിലെ ശ്രേണി ക്രമീകരണം, ക്ഷേത്രഭരണം, കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ആവിർഭാവം, ഉടമകളും ഉത്തരവാദിത്വങ്ങളും, ഭരണശ്രേണി ക്രമീകരണങ്ങളും, ഇത്രയുമാണ് സ്പെഷ്യൽ ടോപ്പിക്കിൽ വരുന്നത്. ഓക്കെ, ഇത്രയാണ് സ്പെഷ്യൽ ടോപ്പിക്കിൽ വരുന്നത്. ക്ലിയർ ആണ്? അങ്ങനെ സിലബസ് കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പൊ ഇനി ഇതിൽ ബാക്കിയെല്ലാം ഓക്കെയാണ് കേട്ടോ. അതായത് ഇംഗ്ലീഷ് ഓക്കെയാണ്, മലയാളം ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല, സ്പെഷ്യൽ ടോപ്പിക് ഓക്കെയാണ്, IT ഓക്കെയാണ്, കറണ്ട് അഫേഴ്സ് ഓക്കെയാണ്, സെറ്റാണ്, അടിപൊളി. പക്ഷേ GK ഈ 27 മാർക്കിന് ഇത്രയൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതൊക്കെ മനുഷ്യനെ കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇനി സിലബസ് വരുമ്പോഴെങ്കിലും KDRB ഒരു സമയത്തെങ്കിലും ഉദ്യോഗാർത്ഥികളെ കൊണ്ട് പറയിപ്പിക്കണം. വേറൊന്നുമല്ല, KDRB നമ്മുടെ കൂടെയാണ്, നമുക്ക് വേണ്ടിയാണ് അവർ ഫംഗ്ഷൻ ചെയ്യുന്നത്. ഒരു കുട്ടിയുടെ മനസ്സ് കാണുന്നുണ്ട്, അങ്ങനെ പറഞ്ഞാൽ നല്ലതായിരിക്കും. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. ഓക്കെ, അപ്പോൾ മക്കളെ നന്നായിട്ട് പഠിച്ചു തുടങ്ങിയോ. ഇനി വെറും 44 ദിവസങ്ങളാണ് മുമ്പിലുള്ളത്. ബാക്കി നെഗറ്റീവ്സോ ബാക്കി ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട. ആലോചിച്ചിട്ടിരുന്നാൽ നമ്മൾ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. നമ്മളിങ്ങനെ നമ്മുടെ മനസ്സിനകത്ത് വിഷമങ്ങൾ, പരാധീനങ്ങൾ, അങ്ങനെയൊക്കെ മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മളും അങ്ങനെ ആയിപ്പോവും. നമുക്ക് പിന്നെ പഠിക്കാൻ തോന്നത്തില്ല, ഒന്നും തോന്നത്തില്ല, നടക്കൂ പറ്റൂ, ഇത്രയും വലുതല്ലേ, അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒന്നും പറ്റത്തില്ല. നമ്മൾ ദൈവത്തിന്റെ പ്രാർത്ഥിക്കണം, ഈശ്വര കഷ്ടപ്പാടാണ്, ദൈവം അതേ കേൾക്കത്തുള്ളൂ, കഷ്ടപ്പാടാണ് വെച്ചോ കഷ്ടപ്പാട്. ഓക്കെ, നമ്മുടെ അഭിഷാദ് ഗുരുവായൂർ പറഞ്ഞ പോലെ. അപ്പോൾ പോസിറ്റീവായിട്ട് കാണുക. ഇതിനെ നിങ്ങൾ ഒന്ന് സോർട്ട് ചെയ്യുക. സിലബസിനെ സോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ
എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്ന മേഖലകൾ ഏതൊക്കെയാണ്? 27 മാർക്കായിരിക്കും ജിക്ക് വരുന്നത്. അപ്പോൾ എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്ന മേഖലകൾ ഏതൊക്കെയാണ്? അതിന് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത് ഡേ 1, ഡേ 2, ഡേ 3, ഡേ 4 വെച്ച് ഒരു ദിവസം ഒരു 2 ടോപ്പിക്ക് വെച്ച് പഠിച്ചങ്ങ് പോവുക. ഒരു കറണ്ട് അഫേഴ്സിൻ്റെ ഒരു ടോപ്പിക് ആഡ് ചെയ്യുക. കറണ്ട് അഫേഴ്സ് എല്ലാ ദിവസവും ഒരു 10-20 ക്വസ്റ്റ്യൻസ് പഠിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ടോപ്പിക്സ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. സെറ്റ് ആവും. അത്രയും മതി, എല്ലാം ഓക്കെ. കാര്യം നമ്പർ ഓഫ് ആപ്ലിക്കൻസ് കുറവാണ്. നമ്പർ ഓഫ് ആപ്ലിക്കൻസ് കുറയുമ്പോൾ തന്നെ നിങ്ങളുടെ സാധ്യത കൂടി അങ്ങ് പോവുകയാണ്. നല്ലൊരു ചാൻസ് ആണ്, അത് മിസ്സാക്കരുത്. നന്നായിട്ട് പഠിച്ചു. ഇപ്പോൾ സൂപ്പർ നോട്ട്സ് ഈ എക്സാമിന് വേണ്ടിയിട്ട് ഒരുപാട് കുട്ടികൾ നമ്മളിപ്പോൾ വിളിച്ചു ചോദിച്ചൊരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാം. അതുകൊണ്ട് നമ്മളൊരു ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആവശ്യമുള്ളത് മാത്രം. ഇതിനകത്ത് ഫുൾ സിലബസ് കാണും? ഒരിക്കലും കാണത്തില്ല. കാര്യം തീർക്കാൻ പറ്റത്തില്ല ഇത്രയും. ഓക്കെ, പകരം എന്തായിരിക്കും? ആവശ്യമുള്ളത് മാത്രമുള്ള, പക്ക ആവശ്യമുള്ളത് മാത്രമുള്ള മാത്സ്, അതേപോലെ തന്നെ ഇംഗ്ലീഷ്, മലയാളം, IT, പിന്നെ സ്പെഷ്യൽ ടോപ്പിക്ക്. ഇത് നേരത്തെ പ്രീ റെക്കോർഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടും. ബാക്കിയുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് GK ആണെങ്കിൽ ആവശ്യമുള്ളത് മാത്രം പെർ ഡേ ഷെഡ്യൂളായിട്ട് നിങ്ങൾക്ക് വരും. ലൈവായിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് കാണാം. ഒരുപാട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് ആണ്. അങ്ങനെ ഒരു 40 ദിവസത്തെ ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് പേർക്ക് മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഇനി താമസിക്കേണ്ടത് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ. 8281223366 ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റ് ഉറപ്പിച്ചോ, അല്ലെങ്കിൽ താഴെയുള്ള ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തോ. അപ്പോൾ നിങ്ങളുടെ സീറ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇപ്പോൾ വാലന്റൈൻസ് ഡേ ഓഫറൊക്കെ നടക്കുകയാണ്. അപ്പോൾ ആ ചാൻസും പാഴാക്കണ്ട. നന്നായിട്ട് പഠിച്ചോ. ക്ലാസ്സിൽ കാണാം.